ആദ്യമായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പുട്ട് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മുടെ പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പുട്ടുപൊടിക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പുട്ടുപൊടി നനച്ചെടുക്കാം. നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വിട്ട് വരണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ ചിലപ്പോൾ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി ഒരു കുറ്റിയിലേക്ക് നിറച്ച് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പുട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പം നല്ല കടലക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ മുട്ടക്കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന നല്ല അടിപൊളി സോഫ്റ്റ് പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് കറിയൊന്നുമില്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പുട്ടാട്ടോ. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. 2 പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ അരിയുടെ പുട്ടുപൊടി എടുത്തു വെക്കണം. അതിൽ ഒരു ബൗളിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത നമ്മുടെ ക്യാരറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ സമയത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്ത ബൗളിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ 2ലേക്ക് നമുക്ക് കുറേശ്ശെ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറേശ്ശെ ഒന്ന് വെള്ളം നനച്ച് ഈ പുട്ടുപൊടി ഇതുപോലെ ഒന്ന് നനച്ച് എടുക്കണം. നമുക്ക് കുറേശ്ശെ, അതായത് നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിയുടെ അളവനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ വാങ്ങിക്കുന്ന പുട്ടുപൊടി ആയതുകൊണ്ടാണ് ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെക്കണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ടൊന്ന് നനച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. നമ്മുടെ അരിപ്പുട്ടിൽ തയ്യാറാക്കുമ്പോഴാണ് ഇതിന്റെ നിറം അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിത് കുറ്റിയിലേക്ക് മിക്സ് ചെയ്താണ് ഞാൻ നിറച്ചു കൊടുത്തത്. വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് ഫുള്ളായിട്ട് അത് അപ്ലോഡ് ചെയ്യാവുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവി കയറ്റി നമ്മുടെ പുട്ടിവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ലെയർ ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പുട്ടിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി പുട്ടാട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിന്റെ വീഡിയോ ആണേ. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ചോളമാണ്. ഇത് ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുവാണേ. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് വന്നാൽ മതി കേട്ടോ. ഇപ്പൊ ചോളമൊക്കെ ഒന്ന് ഞാൻ വറുത്ത് മാറ്റി തണുപ്പിച്ചതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കുന്ന സമയത്ത് ചെറിയ തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ചോളത്തിന്റെ പുട്ടുപൊടി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാലും മതിയേ. ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ബീട്രൂട്ട് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ചേർക്കാം, അല്ലെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ആദ്യം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് നമ്മുടെ തേങ്ങയും ക്യാരറ്റും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ നമുക്ക് വെള്ളം തളിച്ച് ജസ്റ്റ് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് നമ്മുടെ പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ വെള്ളം തളിച്ച് കൊടുത്തേ നമ്മുടെ ചോളത്തിൻ്റെയൊക്കെ പുട്ടുപൊടി നനയ്ക്കുമ്പോൾ ചെയ്യാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം കുറേശ്ശെ തളിച്ച് കൊടുത്ത് നമ്മുടെ പുട്ടിന്റെ പൊടിയൊക്കെ നല്ല അടിപൊളിയായിട്ടൊന്ന് നനച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ പുട്ടിന്റെ പൊടിയൊക്കെ ഞാൻ അടിപൊളിയായിട്ട് നനച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ചില്ലിടാൻ മറന്നു പോരുത്. ചില്ലൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ ഇട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യവും അവസാനവും കുറേശ്ശെ തേങ്ങ ഇട്ടിട്ട് നടുക്ക് നമ്മുടെ ചോളത്തിന്റെ പുട്ടുപൊടി ഒന്ന് നിറച്ചു കൊടുക്കാം കേട്ടോ.
നമ്മുടെ പുട്ടുകുറ്റിയൊക്കെ ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ടേ. നമുക്കിനി ഒന്ന് ആവി കയറ്റാൻ വേണ്ടി വയ്ക്കാം. നമ്മുടെ സാധാ പുട്ടിനേക്കാളും ഒരു ലേശവും കൂടെ സമയം എടുക്കും കേട്ടോ. ഇപ്പൊ നമ്മുടെ പുട്ട് ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് വെന്ത് വരാൻ വേണ്ടി എടുത്ത സമയം. ഇപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചോളപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ആഴ്ച ഒരു ദിവസമെങ്കിലും ഇത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ്. അപ്പൊ എല്ലാവർക്കും, ഡയബറ്റിക്സ് എല്ലാവർക്കും മാത്രമല്ല, അല്ലാതെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ചോളം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന പുട്ട് കഴിച്ചിട്ട് മടുക്കുന്നവരുണ്ടോ? അപ്പൊ അവർക്കായിട്ട് ഒരു അടിപൊളി പുട്ട് തയ്യാറാക്കിയാലോ? അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സ്വന്തം ഗോതമ്പ് പൊടി. ആ ഗോതമ്പ് പൊടി കട്ടയൊന്നും പിടിക്കാതെ രാവിലെ തയ്യാറാക്കിയാലും വൈകിട്ട് വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മുടെ പാനിലേക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ. പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സ്ഥിരം കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് മാറും നമ്മൾ ക്യാരറ്റോ ബീട്രൂട്ടോ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ക്യാരറ്റ് ആയിരിക്കും കുറച്ചുകൂടെ എല്ലാവർക്കും ഫ്ലേവർ ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചേർത്തത് ക്യാരറ്റാട്ടോ. ഇതിനുശേഷം നമ്മുടെ ഗോതമ്പ് പുട്ട് നനയ്ക്കേണ്ടത് ചോളപ്പുട്ടിന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മൾ വെള്ളം തളിച്ച് മാത്രമേ നമ്മുടെ പുട്ടിന്റെ പൊടി നനച്ച് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി അഥവാ നമ്മൾ വെള്ളം തളിച്ചെടുത്തിട്ടും ഇച്ചിരിയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങയുടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങയുടെ ഫ്ലേവർ പുട്ടിൽ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുട്ട് നനയ്ക്കുന്ന സമയത്ത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പുട്ടിന്റെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് നനച്ചെടുത്തതിന് ശേഷം ഞാൻ കുറ്റിയിലേക്ക് നമ്മുടെ പുട്ടിന്റെ പൊടിയൊന്ന് നിറച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഗോതമ്പ് പുട്ടുണ്ടാക്കിയാൽ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ലേശം പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിനകത്തോട്ട്. അപ്പൊ വേറെ കറികളൊന്നും വേണമെന്ന് നിർബന്ധമില്ല. ക്യാരറ്റൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയുടെ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റി എടുക്കുവാണേ. അപ്പോൾ ഇനി ഗോതമ്പ് പുട്ടിൽ ഒരു ട്രെൻഡ് വേണം, അല്ലെങ്കിൽ ഒരു വെറൈറ്റി വേണം എന്നൊക്കെ തോന്നുന്നവര് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പമല്ലേ? നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് താമസം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ്സ് വഴി അറിയിക്കണേ. അടുത്തതായിട്ട് വീണ്ടും ഒരു വെറൈറ്റി, അല്ലെങ്കിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പുട്ടിന്റെ വീഡിയോ തന്നെയാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. നമുക്ക് കടുകൊന്നും താളിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഉണക്കമുളകും കരിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ബീൻസും ക്യാരറ്റും അതുപോലെ തന്നെ സവാളയും കൂടിയാണ്. നമ്മുടെ ഇഷ്ടത്തിന് കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് തേങ്ങ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ തേങ്ങ ഇതുപോലെ ഇതിന്റെ കൂട്ടത്തിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങയും ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും, ഞാൻ ചേർത്തേക്കുന്ന ചതച്ച മുളകാണേ. നമ്മുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ. ലേശം ചേർത്താൽ മതി കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ ചതച്ച മുളക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പൊ നമ്മുടെ പുട്ടിലേക്ക് ചേർക്കാനുള്ള കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ. ഞാൻ ആ പാനിലേക്ക് തന്നെ ഇട്ട് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുവാണേ. നമ്മുടെ ഗോതമ്പ് പുട്ട് കട്ടയാവാതിരിക്കാൻ മാത്രമല്ല, ഇങ്ങനെ നമ്മൾ വറുത്തുണ്ടാക്കുന്ന ഗോതമ്പ് പുട്ടിന് കുറച്ചുകൂടെ ടേസ്റ്റും കൂടുതലാട്ടോ. നമ്മുടെ വറുത്ത് മാറ്റിയ ഗോതമ്പ് പൊടി തണുത്തതിന് ശേഷം
നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന നമ്മുടെ കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൂട്ടൊക്കെ ചേർത്ത് ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് പുട്ട് നനയ്ക്കുന്ന പോലെ ലേശം വെള്ളം തളിച്ച് വേണം നമ്മുടെ പുട്ടിന്റെ പൊടിയൊന്ന് എടുക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്ത കൂട്ടിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ജസ്റ്റ് നമ്മുടെ പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കാം. ഇനി നമ്മുടെ കുറ്റിയിലേക്ക് ഞാനൊന്ന് നിറച്ചു കൊടുത്തിട്ടുണ്ടേ. അതിനുശേഷം നമുക്ക് മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ കറിയൊന്നും വേണ്ടാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന കുറച്ച് സൂചി ഗോതമ്പാണേ. നുറുക്ക് ഗോതമ്പ്, സൂചി ഗോതമ്പ് എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. നുറുക്ക് ഗോതമ്പ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കൊരു പാനിലേക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ആ വെള്ളമയമൊക്കെ നല്ലപോലെ ഒന്ന് മാറി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് തണുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണേ. നമ്മുടെ പുട്ടിന് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തരിതരിയോടുകൂടി വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മൾ പുട്ടുപൊടി നനയ്ക്കൂലേ, അതുപോലെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. ഈ ഒരു പരുവത്തിന് നല്ലപോലെ വെള്ളം ഇങ്ങനെ തളിച്ച് വേണം നമ്മൾ ഈ നുറുക്ക് ഗോതമ്പിന്റെ പുട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഒന്ന് നനച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ കുറ്റിയിലേക്ക് ഇതുപോലെ ഒന്ന് നിറച്ചു കൊടുക്കണം. നമ്മുടെ സാധാ പുട്ടുകൾ തയ്യാറാകുന്നതിനേക്കാളും സമയം കൂടുതലുണ്ടാവും നുറുക്ക് ഗോതമ്പിന്റെ പുട്ട് തയ്യാറാക്കുന്ന സമയത്തെ. ഇപ്പൊ ഞാൻ ആവിയൊക്കെ കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പുട്ട് നമ്മൾ നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും സോഫ്റ്റ് കേട്ടോ. ഇച്ചിരി കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായി പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ പുട്ട് തയ്യാറാക്കുന്ന സമയത്ത് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് നല്ലതേ. അപ്പോൾ ഇതും ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് വീണ്ടും ഒരു വെറൈറ്റി പിടിച്ചാലോ. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് നമ്മുടെ കോൺഫ്ലേക്സ് ആണ്. പാലിലൊഴിച്ച് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇത് അടിപൊളിയൊരു മെത്തേഡായിരിക്കും കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലേക്സ് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അത് ചെറു തീയിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ പുട്ട് തയ്യാറാക്കുന്ന സമയത്ത് കോൺഫ്ലേക്സ് എടുക്കുമ്പോൾ ലേശം കൂടുതൽ എടുക്കണേ. കാരണം ഇത് നമ്മൾ പൊടിച്ചു വരുന്ന സമയത്ത് അളവ് കുറവാകും കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ തരിയോടുകൂടി വേണം നമ്മുടെ കോൺഫ്ലേക്സും പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റാട്ടോ. ക്യാരറ്റിന്റെ അളവൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിക്കൊടുക്കാവേ. ഇനി ഇത് മധുരമായിട്ടാണ് കഴിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം തളിച്ച് ഇതുപോലെ ഒന്ന് നനച്ചെടുക്കണം. നല്ല രീതിക്ക് നമ്മൾ വെള്ളം തളിച്ച് കൊടുത്ത് വേണം നനച്ചെടുക്കാൻ കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അതുകൂടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് നിറച്ചു കൊടുക്കാം. അത് നമ്മുടെ ചിരട്ടപ്പുട്ടിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വലിയ കുറ്റിയിൽ തന്നെ നിറയ്ക്കുമോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അല്ലെങ്കിൽ നമ്മുടെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒരുമിച്ച് നമ്മൾ ചില സമയത്ത് ആവി ഏറ്റെടുക്കാറില്ലേ പുട്ടൊക്കെ. എളുപ്പം പണി നിൽക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കാം. ഇപ്പൊ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു 7-8 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ പുട്ട് തയ്യാറായി വരാനായിട്ട്. അപ്പോൾ കോൺഫ്ലേക്സ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ പാലിലൊഴിച്ച് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വെറൈറ്റി പുട്ടാണേ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച 7 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു ടിപ്സും അതിനായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞതും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.